ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. തൃശൂർ, പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഉത്തരവ്. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ഇതിപ്പോൾ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച്, ദേവസ്വങ്ങളെ സംബന്ധിച്ചൊക്കെ ആശ്വാസകരമാണ് എന്ന് കരുതുന്നു. എന്താണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്? അനുജ, ദേവസ്വങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു സുപ്രീം കോടതി ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശം, അത് സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പൂരം ഉൾപ്പെടെ അത് നിലവിലുള്ള ചട്ടങ്ങൾ പാലിച്ച് നടത്താം എന്നതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ആന എഴുന്നള്ളിപ്പിലുള്ള ദൂരപരിധിയൊക്കെ കർക്കശമാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോടതി അത് തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഉൾപ്പെടെ ആന എഴുന്നള്ളിപ്പ് നടത്തിയതിൽ രൂക്ഷ വിമർശനമൊക്കെ നടത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അച്യുതൻ, പറയൂ. അനുജ, ഇന്ന് സുപ്രീം കോടതി ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയത് ഏതാണ്ട് ഒരു 15 ആനകളുണ്ട്. ആ 15 ആനകളെ 3 മീറ്റർ അകലങ്ങളിൽ നിർത്താനാകില്ല എന്ന കാര്യമാണ്. ഈ സ്ഥല പരിമിതി അടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി. എന്നാൽ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നിരീക്ഷിച്ച കാര്യങ്ങൾ, ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ അത് ദേവസ്വങ്ങൾ പിഴ അടക്കട്ടെ, അവരുടെ ഉത്തരവാദിത്വമാണ് സുരക്ഷിതമായി പൂരം നടത്തുക എന്നുള്ള കാര്യങ്ങൾ. എന്നാൽ മൃഗസംഘടന ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ, ആനകളുടെ ക്ഷേമത്തിനായിട്ടാണ് ഹൈക്കോടതി അത്തരം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ആനകളെ ഈ ആഘോഷങ്ങൾ, ഉത്സവ സമയങ്ങളിൽ പരിപാലിക്കുന്ന രീതി അത് വളരെ ക്രൂരമാണ്. അവരെ നിരത്തിലൂടെ നിരവധി ദൂരം നടത്തിക്കുന്നു. ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ആനകളെ നിർത്തുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ മൃഗസംരക്ഷണ സംഘടന ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മാത്രമല്ല, ചില അമ്പലങ്ങളിൽ ഈ ആനകൾ ഇടയുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്തായാലും അതിപ്പോൾ മുഖവിലേക്ക് എടുത്തിട്ടില്ല. മറിച്ച് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ എന്നുള്ളത് ഈ 3 മീറ്റർ അകലത്തിൽ ആനകളെ നിർത്തുന്നത് ഒരു അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ് എന്ന നിരീക്ഷണങ്ങൾ നടത്തി. ഇതിനൊടുവിലാണ് ദേവസ്വത്തിന് ആശ്വാസം നൽകുന്ന തരത്തിൽ ഈ ആന എഴുന്നള്ളിപ്പുമായി ഹൈക്കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. എന്നാൽ നിലവിൽ പഴയപടിയുള്ള ചട്ടങ്ങൾ അത് നിർബന്ധമായും ദേവസ്വങ്ങൾ പാലിക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അത് ഇതുവരെ ഈ കാലം അത്രയും ആ നിബന്ധനകൾ പാലിക്കുന്നുണ്ട് എന്നതാണ് ഹർജിക്കാരും അറിയിച്ചത്. നിബന്ധനകൾ പാലിക്കാതിരുന്നതിന്റെ പേരിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പരാതികളോ ദേവസ്വങ്ങൾക്കെതിരെ ഇതുവരെയും ഈ പൂരവുമായി ബന്ധപ്പെട്ട ഉയർന്നിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ദേവസ്വങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിസുമാരായ നാഗരത്നയും NK സിംഗും അടങ്ങിയ ബെഞ്ചിന്റേതാണ് ഇപ്പോൾ ഈ ഒരു ഉത്തരവ്. അച്യുതൻ, ആനകൾ തമ്മിലുള്ള അകലം ഉൾപ്പെടെ മറ്റെന്തൊക്കെ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചതാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത്? ഹൈക്കോടതി നേരത്തെ നൽകിയിട്ടുള്ള, അതായത് 3 മീറ്റർ അകലത്തിൽ ആനയെ നിർത്തണം. മാത്രമല്ല, അതിൽ ഹൈക്കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ, അതായത് കാലങ്ങളായി ഒരു ആചാരം തുടർന്നു വരുന്നത് ഒരു മതാചാരമായി കാണാൻ കഴിയില്ല. കാലങ്ങളായി തുടർന്നു പോകുന്ന ഒരു പ്രക്രിയ അതൊരു മതാചാരമായി കാണാൻ കഴിയില്ല. 3 മീറ്റർ അകലത്തിൽ ആനകൾ നിർത്തണം. ദേവസ്വങ്ങൾ ഈ പിടിവാശി കളഞ്ഞ് ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശം അംഗീകരിക്കണം തുടങ്ങിയ ഈ ഹൈക്കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിലാണ് സ്റ്റേ. എന്നാൽ പഴയ ചട്ടം, ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുൻപുണ്ടായിരുന്ന നിബന്ധനകളുണ്ട്, അത് ദേവസ്വങ്ങൾ പാലിക്കണമെന്നതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ വരുന്ന ഇനിയുള്ള പ്രക്രിയകൾ എന്താണ്, നടപടികൾ നടക്കുന്നത്, അത് പ്രകാരമായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇനിയൊരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുക. നിലവിൽ ഹൈക്കോടതി മുന്നോട്ട് വെച്ച ആ കർശന നിർദ്ദേശങ്ങളിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നത്. അതായത് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ ഈ പ്രാവർത്തികമാക്കുന്നതിൽ ഈ പ്രശ്നങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ ഈ ഒരു ഈ വിഷയത്തിൽ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അനുജ, അച്യുതൻ, കോടതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദിച്ചത് ഏതെങ്കിലും മതാചാരത്തിന്റെ ഭാഗമാണോ എന്നുള്ള ചോദ്യം ഉയർത്തിയിരുന്നു. കൂടാതെ എന്തെങ്കിലും അപകടമുണ്ടായാൽ ഇതിനാര് സമാധാനം പറയും? ഇത്തരം കാര്യങ്ങൾ, കൂടാതെ ആനകളുടെ സുരക്ഷ, ഇതെല്ലാം കണക്കിലാക്കിയാണ് ഇങ്ങനൊരു ഉത്തരവ് എന്നത് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് എന്താണ് സുപ്രീം കോടതിയുടെ നിലപാട്?
സുപ്രീം കോടതിയും ആ വിഷയങ്ങൾ നിരീക്ഷിച്ചു ഇന്ന്. അതായത് ഈ മൃഗസംഘടന ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾ, ആനകളെ നിരവധി നേരം ഈ വെയിലത്ത് ചൂടത്ത് നിർത്തുന്ന ഒരു സാഹചര്യം, അവരെ നിരത്തിലൂടെ കൂടുതൽ ദൂരം നടത്തിക്കുന്നത്. ഞാൻ അച്യുതനിലേക്ക് എത്താം. ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ശ്രീ ജി രാജേഷ് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ രാജേഷ്, ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വരികയാണ്. അതായത് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച കർക്കശമായ നിർദ്ദേശം അത് സ്റ്റേ ചെയ്തിരിക്കുന്നു സുപ്രീം കോടതി എന്നതാണ്. എന്താണ് നിങ്ങളുടെ പ്രതികരണം? ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 228 കൊല്ലായ തൃശൂർ പൂരവും 1443 കൊല്ലമായ ആറാട്ടുപുഴ പെരുവനം പൂരങ്ങളും ഭംഗിയായിട്ട് നടക്കും. മാത്രമല്ല കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളും പൂരങ്ങളും ഇതോടുകൂടി നന്നായി പൂർണ്ണമായി പ്രൗഢിയിൽ തന്നെ നടക്കുന്നുള്ള വിശ്വാസമാണ്. അതിലിപ്പോൾ ഹൈക്കോടതി ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നല്ലോ. സുരക്ഷ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആനകളുടെ കാര്യം മാത്രമല്ല, അതിൽ മനുഷ്യരുടെ കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത്. വളരെ ഉത്തരവാദിത്തോടുകൂടി ഇതൊക്കെ ചെയ്യുള്ളൂ. എല്ലാ സുരക്ഷയും ആനകൾക്കായാലും പൊതുജനത്തിന്റെ സുരക്ഷ എപ്പോഴും സംഘാടകരുടെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. അതിനൊന്നും യാതൊരു സംശയമോ തെറ്റിദ്ധാരണയോ വേണ്ടായിരിക്കും. അതെ, ഇപ്പോൾ ഇത് ആശ്വാസകരമാണ് എന്ന് നിങ്ങൾ പറയുന്നു. നിലവിലുള്ള ചട്ടങ്ങൾ അത് പാലിച്ചുകൊണ്ട് തന്നെ നടത്തണം പൂരം ഉൾപ്പെടെയുള്ളവ എന്നതാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. വളരെ നന്ദി ശ്രീ ജി രാജേഷ്. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറിയാണ് പ്രതികരിച്ചത്. സ്വാഗതം ചെയ്യുകയാണ് സുപ്രീം കോടതിയുടെ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവിനെ എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഹൈക്കോടതിയാണ് കഴിഞ്ഞ ദിവസം കർക്കശമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ദൂരപരിധി ഉൾപ്പെടെ ചില മാർഗനിർദ്ദേശങ്ങൾ കോടതി പുറപ്പെടുവിച്ചിരുന്നു. അത് പാലിക്കാതിരുന്നതിന് ക്ഷേത്രങ്ങൾക്ക്, അവരുടെ ഭാരവാഹികൾക്കൊക്കെ രൂക്ഷ വിമർശനവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ദേവസ്വങ്ങൾക്ക് ആശ്വാസകരം എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. തൃശൂർ, പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളാണ് നിലവിൽ ഈ ഹർജി നൽകിയിട്ടുള്ളത്. ആ ഹർജിയിലാണ് സുപ്രീം കോടതി ഉത്തരവ് ആശ്വാസകരം എന്നുള്ള തരത്തിലേക്ക് പാറമേക്കാവ് ദേവസ്വം പ്രതിനിധിയുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. നിലവിലെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട്, ആ ചട്ടങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പൂരം ഉൾപ്പെടെ നടത്താം. എന്നാൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അത് തൽക്കാലത്തേക്ക് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇതിൽ കോടതി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഉത്തരവെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ജനങ്ങളുടെ സുരക്ഷ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. കൂടാതെ ആനകളോട് കാണിക്കുന്ന ക്രൂരത, ഇത് ഏതെങ്കിലും മതാചാരത്തിന്റെ ഭാഗമാണോ ഇത്തരം കാര്യങ്ങൾ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ കോടതി ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. നിലവിലെ നിബന്ധനകളോടെ പൂരം ഉൾപ്പെടെയുള്ളവ നടത്താം എന്നുള്ളതാണ്. ആന എഴുന്നള്ളിപ്പ് ഉത്തരവുമായി ബന്ധപ്പെട്ട് ദൂരപരിധിയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കൂടി ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ കെ ഗിരീഷ് കുമാർ. ഗിരീഷ് കുമാർ, നിങ്ങൾ കൂടി നൽകിയ ഒരു ഹർജിയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ വന്നിരിക്കുന്നു. പ്രതികരണം? ഇത് നമ്മുടെ നാട്ടിലെ ആൺപ്രേമികളുടെയും ഉത്സവപ്രേമികളുടെയും എല്ലാം വിജയമാണ്. പരമോന്നത കോടതി ഇതില് ജനങ്ങളുടെ കൂടെയാണ് എന്നുള്ളതിന് ഏറ്റവും ഉത്തമ ഒരു തെളിവാണ് ഈ വിധി. ഇത് നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ശിരസാ വഹിക്കും. ഇത് അതിന്റെ ഏറ്റവും നല്ല ഒരു വിധിയായിട്ടാണ് ഈ സ്റ്റേ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്ന രീതിയിലേക്കുള്ള കപട മൃഗസ്നേഹികളുടെ അവരുടെ എന്താ പറയാ സാങ്കേതിക പ്രശ്നമുണ്ട്. ഇപ്പോൾ അദ്ദേഹവും അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന തരത്തിലേക്ക് തന്നെയാണ്. സ്വാഭാവികമാണ്, അതങ്ങനെ തന്നെയാണ്. കാരണം തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ കൂടി നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലേക്ക് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന നിർദ്ദേശത്തെ ഒരു തരത്തിലും അനുകൂലിക്കാൻ കഴിയില്ല. കാലങ്ങളായി നടന്നു വരുന്ന ആചാരമാണ്, അതിൻ്റെ ഭാഗമായാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിനെ ഒരു കാരണവശാലും അട്ടിമറിക്കാൻ സാധിക്കില്ല എന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. ഏതായാലും സ്വാഗതം ചെയ്യുകയാണ്. ദേവസ്വങ്ങളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാണ് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഈ കുറേ കാലങ്ങളായി നടക്കുന്ന തരത്തിലേക്ക് തന്നെ വേണം അതിൻ്റെ ആചാരങ്ങൾ നടന്നു പോകാൻ എന്നുള്ളതാണ്. ഇത് ചില മൃഗസ്നേഹികൾ ഒക്കെ ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിലേക്കുള്ള ചടങ്ങുകളെ അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നത് എന്നതാണ് അവർ നിലവിൽ ഉന്നയിക്കുന്ന ആരോപണം.
ഏറ്റവും ഒടുവിലായി സുപ്രീം കോടതിയിൽ നിന്ന് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശം സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളാണ് ഈ വിഷയത്തിൽ ഹർജി നൽകിയത്. ആ ഹർജിയിൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് അത് സ്വാഗതം ചെയ്തുകൊണ്ട് ദേവസ്വങ്ങളുടെ പ്രതികരണം വരികയാണ്. ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ആർ അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഇപ്പോൾ ഇത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നതിൽ സുരക്ഷ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായാൽ എന്ത് എന്നൊരു ചോദ്യം, അതിലെന്താണ് സുപ്രീം കോടതിയുടെ നിലപാട്? അനുജ സൂചിപ്പിച്ച ആ ചോദ്യത്തിൽ സുപ്രീം കോടതി, അതായത് ആശങ്ക ഇന്ന് മൃഗസംരക്ഷണ സംഘടനകളും മുന്നോട്ട് വച്ചിരുന്നു. അതായത് ആളുകളുടെ സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയത്. ഇതിൽ സുപ്രീം കോടതി പറഞ്ഞത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ആ പിഴ അത് ദേവസ്വങ്ങളിൽ നിന്ന് ഈടാക്കണം എന്ന തരത്തിലായിരുന്നു സുപ്രീം കോടതി നിരീക്ഷണം. മാത്രമല്ല അതിൻ്റെയൊക്കെ പൂർണ്ണ ഉത്തരവാദിത്വം ദേവസ്വങ്ങൾക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ കടന്നു പോകേണ്ടതില്ല എന്ന തരത്തിലാണ് സുപ്രീം കോടതി ആ വിഷയങ്ങൾ ഇന്ന് പരിഗണിച്ചത്. കാരണം നിലവിൽ ഈ ആനകളെ കൊണ്ടുവരുമ്പോൾ ഈ പറഞ്ഞതുപോലുള്ള മറ്റ് പ്രശ്നങ്ങളുമുണ്ട്. ആളുകളുടെ സുരക്ഷാ സംബന്ധമായ പ്രശ്നങ്ങൾ, ആന ഇടഞ്ഞാലുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പല അമ്പലത്തിലും ഇത്തരത്തിൽ ആന ഇടഞ്ഞതും അതുമായി ബന്ധപ്പെട്ട അപകടങ്ങളെ പറ്റിയും കോടതിക്ക് മുന്നിൽ ഈ മൃഗസംഘടന ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മാത്രമല്ല ഈ ആനകളെ ഇത്തരത്തിൽ ഉത്സവങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരെ ക്രൂരമായി പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇവരെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലടക്കം പ്രശ്നങ്ങളുണ്ട്. ഇവർക്ക് കൃത്യമായ വെള്ളമോ ആഹാരമോ നൽകാത്ത സാഹചര്യങ്ങളുണ്ട് എന്നുള്ള വിഷയങ്ങളും ചൂണ്ടിക്കാട്ടി. പക്ഷേ അതിൻ്റെ ഒന്നും മറ്റ് വശങ്ങളിലേക്ക് സുപ്രീം കോടതി കടന്നില്ല. മറിച്ച് ഹൈക്കോടതി മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശങ്ങൾ അത് പാലിക്കുന്നത്, അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങൾ അപ്രായോഗികമാണ്, അതവിടെ പാലിക്കുന്നതിന് പ്രശ്നങ്ങളുണ്ട് എന്നത് തന്നെയാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. നിലവിൽ ഈ 3 മീറ്റർ അകലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ആ സ്ഥലപരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ആ നിർദ്ദേശത്തിന് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇതിൽ മറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും എതിർകക്ഷികൾക്കും ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ. എന്തായാലും നിലവിൽ ഉണ്ടായിരിക്കുന്ന സുപ്രീം കോടതിയുടെ ഇടപെടൽ അത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് മുൻനിർത്തുമ്പോൾ ഏറെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയതും ജനുവരി 5-ന് ഈ ഉത്സവം തുടങ്ങുന്നതാണ്. അപ്പോൾ എത്രയും വേഗത്തിലൊരു നടപടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നത് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. ആ ഒരു അടിയന്തര സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിൽ 3 മീറ്റർ അകലത്തിൽ ആനകളെ നിർത്തുന്നത് അപ്രായോഗികമായിട്ടുള്ള കാര്യമാണെന്നതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. മാത്രമല്ല ഈ നിലവിലുള്ള നിബന്ധനകൾക്ക് വിരുദ്ധമാണ് ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഈ നിലവിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് സ്റ്റേ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ സുപ്രീം കോടതി പറഞ്ഞത്, ദേവസ്വങ്ങളോട് പറഞ്ഞത്, നിലവിലുള്ള നിബന്ധനകൾ അത് കൃത്യമായി പാലിക്കണം. അതിൽ ഹർജിക്കാർ മുന്നോട്ട് വച്ചത് ഇതുവരെയും നിബന്ധനകൾ പാലിക്കാത്തതിൻ്റെ പേരിൽ ഒരു പരാതിയും ദേവസ്വങ്ങൾക്കെതിരെ ഉണ്ടായിട്ടില്ല, അനിഷ്ട സംഭവങ്ങളും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്ന് 2 കാര്യങ്ങളാണ് കോടതിക്ക് മുൻപാകെ ബോധിപ്പിച്ചത്. എന്തായാലും അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കൂടിയാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അനുജ, ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് അല്പസമയം മുൻപ് പുറത്തു വന്നിട്ടുള്ളത്. എഴുന്നള്ളിപ്പില്ല ആനകളുടേത് എന്നുണ്ടെങ്കിൽ ഹിന്ദുമതം ഇല്ലാതാകുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഹൈക്കോടതി ചോദിച്ചിരുന്നു. ഒപ്പം 15 ആനകളെ എഴുന്നള്ളിക്കുന്നത് തൃപ്പൂണിത്തുറ അമ്പലത്തിനോടൊക്കെയുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. രൂക്ഷ വിമർശനം അത് പാലിക്കപ്പെടാതിരുന്നതിൽ പിന്നീട് നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത് ഇത്തരം നിർദ്ദേശങ്ങൾ അതിൻ്റെ ആവശ്യമില്ല, എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടാവുമെങ്കിൽ പിഴയടക്കേണ്ടത് ദേവസ്വങ്ങളാണ് എന്ന് പറയുന്നു. തൃശ്ശൂർ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് വരുന്നത്. ഈ ദേവസ്വങ്ങൾ സുപ്രീം കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നു.